എന്നോട് സോമേട്ടൻ പ്യൂർ വെജ് ആയിരുന്നു. പ്യൂർ വെജിറ്റേറിയൻ. അതായത് വെജാണ്, നോൺ വെജ്. ആ കഥ പറഞ്ഞുതരാം. സോമേട്ടൻ വെജിറ്റേറിയൻ ആണ്. കഥ പറഞ്ഞുതരാം. സോമന്റെ അമ്മ 6 പ്രത്യേകത പ്രസവിച്ചു. എല്ലാ കുട്ടികളും മരിച്ചു പോവാണ്. അവസാനം മണ്ണാറശാലയെ കൊണ്ട് ഉരുളകമത്തി വീട് മുഴുവൻ കൂടെ വെജിറ്റേറിയനായി ഉണ്ടായ സന്തതിയാണ് സോമൻ. അതാണ് ആ വീട് വെജിറ്റേറിയനായി ഫുള്ളായി. ഞങ്ങളറിയുന്ന സോമൻ പ്യൂർ വെജിറ്റേറിയൻ ആയിരുന്നു. ഇത്രയും കാലം ഞങ്ങൾ വെച്ച് വന്ന അവസാനമായപ്പോൾ അത് എൻ്റെ ഒരു ക്രെഡിറ്റ് ആയിട്ട് ഞാൻ പറയാം. എന്നോടൊരു ദിവസം പറഞ്ഞിടാവേ, ഭയങ്കരമായ കോൺസ്റ്റിപ്പേഷൻ, എനിക്ക് പൈൻസ് ആണോ എന്നൊരു സംശയമുണ്ട്. ഇതൊക്കെ വളരെ പേഴ്സണൽ സാധനമാണ്, പേഴ്സണൽ സംഭവങ്ങളാണ്. അതാ പറഞ്ഞു. അപ്പോൾ എനിക്ക് ചിലത് ഈ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ചില നാട്ടുമരുന്നുകളാണ്. നാട്ടുചികിത്സ നാട്ടുവൈദ്യം. ഇത് നാട്ടുവൈദ്യം ഉണ്ടാക്കാനുള്ള കാരണം വെച്ചാൽ എനിക്കിതുപോലൊരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മളത് കൈകാര്യം ചെയ്തതാണ്. സക്സസ് ആണല്ലേ. അപ്പൊ നമുക്ക് കൂടുതൽ ബലമുണ്ട്. ഞാൻ പറയടാ, നീ ഈ വെജിറ്റേറിയൻ പുറത്ത് നടക്കാതെ ഒരു കാര്യം ചെയ്യുക, മരുന്നാന്ന് വിചാരിക്കുക. ഒരു താറാമുട്ട രാത്രിയിൽ പുഴുകി കല്ലുപ്പിനകത്ത് കുഴിച്ചിടണം. എന്നിട്ട് രാവിലെ ആദ്യം കഴിക്കുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഇത് കഴിക്കുക. ഡെയിലി വൈകുന്നേരം ഉള്ളി, ചുവന്നുള്ളി ചെറുതായിട്ട് എറിഞ്ഞ് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ അത് വറ്റിച്ചൊരു 1/2 ഗ്ലാസ് ആക്കി, ഉള്ളി കഷായമാണ്. പശുമ്പാലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇച്ചിരി പാലൊഴിച്ച് നല്ലപോലെ ബ്രൗണിഷ് ആകുമ്പോൾ ഇളക്കിക്കൊണ്ടിരുന്ന് അത് നല്ലപോലെ ആറിയ ശേഷം ജസ്റ്റ് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇത് കഴിച്ചുകൊണ്ട് കിടക്കാതെ പറഞ്ഞു. ഇത് ഈ പുള്ളിക്കാരനെ കൊണ്ട് ചെയ്തൊന്ന് തീറ്റിക്കാൻ പോയിട്ട് കൊടുക്ക നമ്മള് പറഞ്ഞ് ഇത് പുള്ളി ചെയ്തു. കംപ്ലീറ്റ് മാറിയതുണ്ട്. അത് സംഭവം ഇത് ഒരാൾക്കല്ല, ഞാനത് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജേസിക്കൊക്കെ കൊടുത്തു. നമ്മളെല്ലാം സംസാരിച്ചപ്പോൾ നമ്മളുടെ പ്രത്യേകിച്ച് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും അനശ്വര നടൻ സോമൻ സാറിന്റെ ഓർമ്മകളാണ്, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷെ കുറച്ചുകൂടെ പേഴ്സണലായ, കുറച്ചുകൂടെ അദ്ദേഹത്തെ നമ്മളാരും കണ്ടിട്ടില്ലാത്ത, സ്നേഹിച്ചിട്ടില്ലാത്ത തലത്തിൽ അദ്ദേഹത്തെ അറിയാവുന്ന ഒരാൾ ഇനി നമ്മളോടൊപ്പം ചേരാൻ വരികയാണ്. അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം വളരെ നമുക്ക് പ്രിയപ്പെട്ടതും ജനകീയമൊക്കെ ആയത് ഇത്തരത്തിൽ പറഞ്ഞൊരു ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൂടെ ജനകീയനായിട്ടുള്ള ഒരാളാണ്. ഏറെ ബഹുമാനപൂർവ്വം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ പരിപാടിയിലേക്ക് എത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം ഓർമ്മകൾ പങ്കുവെക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട സോമേട്ടന്റെ മകൻ സജി സോമൻ. ചേട്ടാ നമസ്കാരം. അഭിനേതാവാണ്, പുതിയ സിനിമകൾ റിലീസാകാനുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ആമുഖം പറഞ്ഞപ്പം ഭക്ഷണത്തിന്റെ കൂടെ കാര്യം പറഞ്ഞത് ഇവിടെ ജനാർദ്ദൻ ചേട്ടൻ കൃത്യമായിട്ടൊരു ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സോമേട്ടനെ കുറിച്ചുള്ള ഒരു അറിവ് ഞങ്ങൾക്ക് കിട്ടിയത്. അദ്ദേഹം വെജിറ്റേറിയൻ ആയിരുന്നു എന്നുള്ളത് അല്ലേ? അതെ അതെ. നിങ്ങൾ വീട്ടിൽ കഴിക്കുന്നതിന് കുഴപ്പമുണ്ടായിരുന്നോ അതോ? നിങ്ങളില്ല, ഡാഡി എനിക്ക് വാങ്ങിച്ചോണ്ട് തരുമായിരുന്നു. കാരണം ഞാൻ മാത്രമേ ഉള്ളായിരുന്നു കഴിക്കുന്നതാണ് ആരോഗ്യത്തില്. മമ്മി ഒന്നും കഴിക്കത്തില്ല. ഇപ്പം എന്റെ മക്കൾ കഴിക്കുന്നുണ്ട്. ഡാഡി തീർച്ചയായിട്ടും എനിക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ട് തരുമായിരുന്നു. ചെറുപ്പത്തില് ഏതെങ്കിലും ലൊക്കേഷനുകളിൽ അദ്ദേഹത്തോടൊപ്പം പോയിട്ടുണ്ടോ? ഒരുപാട് പോയിട്ടുണ്ട്, ഒരുപാട്. ഓൾമോസ്റ്റ് ഒരു 6th 7th വരെയൊക്കെ എൻ്റെ സമ്മർ വെക്കേഷനൊക്കെ ഈ ലൊക്കേഷനുകളിലായിരുന്നു. അത് പക്ഷെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടോന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിട്ടിട്ട് ഇവിടെ വന്നിട്ട് ലൊക്കേഷൻ നാട്ടിലെ ഫ്രണ്ട്സിനെ വിട്ട് ലൊക്കേഷനിൽ പോകുന്നുണ്ടല്ലോ. ലൊക്കേഷനിൽ പോകണമായിരുന്നു. കാര്യം സ്കൂൾ അടയ്ക്കുന്നതിൻ്റെ അന്ന് പോയിട്ട് ഞാൻ ബോർഡിങ്ങിനായിരുന്നു. അപ്പോൾ വണ്ടി വരും, നമ്മൾ വീട്ടിൽ വരുന്നു. നെക്സ്റ്റ് ഡേ ഒന്നീ മദ്രാസിലോ അല്ലെങ്കിൽ എറണാകുളത്തോ എവിടെ വന്നാലും ലൊക്കേഷനിൽ പോവുക, ഹോട്ടൽ റൂമിൽ ഇരിക്കുക, ഷൂട്ടിംഗ് കാണാൻ പോവുക. അച്ഛൻ എന്നുള്ള നിലയിൽ ഒരു ഭയങ്കര സ്ട്രിക്റ്റ് മിലിറ്ററി അച്ഛനായിരുന്നോ അതോ കുറച്ച് സ്വാതന്ത്ര്യം തരുന്ന? ഒരിക്കലും അല്ല, സ്ട്രിക്റ്റ് ഒന്നും അങ്ങനെ ഒന്നുമില്ല. ഐ മീൻ എൻ്റെ ഒരു നല്ല ഫ്രണ്ടായിരുന്നു. ഇപ്പോ പറയായിരുന്നു വെജിറ്റേറിയൻ എന്നുള്ള കാര്യം പുതുതായിട്ട് അറിഞ്ഞു. പാട്ട് പാടും എന്ന് ജനാർദ്ദൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അത് വീട്ടിൽ പാടുമൊക്കെ ചെയ്യുമായിരുന്നു? വീട്ടിൽ പാടുന്നില്ല, അടി ഫ്രണ്ട്സിന്റെ അടുത്ത് നല്ല പഴയ ഹിന്ദി പാട്ടുകൾ പട്ടാളത്തിൽ നിന്ന് കിട്ടിയതായിരിക്കാം. അപ്പൊ അങ്ങനെ ഉള്ള ഞാൻ കേട്ടൊരു കാര്യം, ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് രജയന്റെ വീട്ടിൽ വന്ന് പറഞ്ഞൊരു വലിയ ലൈബ്രറി
വീട്ടിലുണ്ട്. വായന ശീലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്? നന്നായിട്ട് വായിക്കുമായിരുന്നു. പീരിയോഡിക്കൽസ് ആണ് കൂടുതലും, എങ്കിൽ പോലും നന്നായിട്ട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നന്നായിട്ട് റീഡ് ചെയ്യും, എത്ര ലേറ്റ് ആയാലും. ഇപ്പോഴും ഹാളിൽ ഇരിപ്പുണ്ടല്ലോ. ഉണ്ട് ബുക്സ് എല്ലാം ഉണ്ട്. ലിവിംഗ് റൂമിൽ ഇപ്പോഴും ഒരു അലമാര നിറച്ച പുസ്തകങ്ങളുണ്ട്. സോമേട്ടന്റെ പുസ്തകങ്ങൾ പലപ്പോഴും അത് പൊക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സാജി എന്നാണ്. സജി അല്ലേ? സജി ഔദ്യോഗിക നാമമാണെങ്കിലും സോമേട്ടൻ എടാ എന്ന് നീട്ടി വിളിക്കുന്ന പോലെ സാജി എന്നുള്ള അവിടുത്തെ നമ്മുടെ ലോക്കൽ എല്ലാവരും സാജി എന്നാണ് വിളിക്കുന്നത്. സാജി എന്നാണ്. സജി എന്നാണ് എന്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ എല്ലാവരും അങ്ങനെ വിളിക്കുന്നു. അവിടങ്ങളിൽ നമ്മുടെ അടുത്ത്. പുറത്ത് സിനിമയിലൊക്കെ എല്ലാവരും സജി തന്നെ ഞാൻ വിളിച്ചു കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇതില് വിളിക്കുന്ന എനിക്കുണ്ടായ ഒരു ഭാഗ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സോമേട്ടൻ്റെ കൂടെ ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സജിന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്താണ് വയലൻസ്, സ്റ്റോപ്പ് വയലൻസ്. ഞാൻ സോമേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല, പക്ഷെ സാജിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ശരി, രഞ്ജേട്ടൻ അഭിനയിച്ചിട്ടില്ല. രഞ്ജേട്ടൻ അന്ന് മറ്റേ എഴുത്തിന് അഭിനയം തുടങ്ങിയിട്ടില്ലല്ലോ. ആ സമയത്ത് നിൽക്കുന്നതാണ് ഞാനുണ്ട്, പക്ഷേ സ്ക്രീൻ സ്പേസ് ഷെയർ സ്ക്രീനില്ല. അതാ ഞാൻ പറയാം, പിന്നണിയിലാണ് ഞങ്ങൾ ചെയ്തപ്പോ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു. ഓർമ്മയിലെന്നും